പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ തീറ്റിക്കുകയുമില്ല എന്ന നാടൻ ചൊല്ല് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി തുടങ്ങുകയാണ്. കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രികളിൽ ഇതുവരെ യൂത്തന്മാരോ മൂത്ത കോൺഗ്രസുകാരോ ഒരു പൊതി ചോറ് ഏതെങ്കിലും മനുഷ്യന് ഉച്ചയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുടെ പ്രവൃത്തി അതിനി വേണ്ടാത്രേ. കാര്യം തമ്പ്രാക്കന്മാരെ കൊണ്ട് എന്ത് പറ്റും? എല്ലാം നമ്മൾ ഒരു സംവിധാനം ഉണ്ടാക്കും, അതിനകത്തു കൂടി ചെയ്താൽ മതി. ബാനർ കെട്ടി ആർക്കും ഇവിടെ ചോറ് കൊടുക്കണ്ട എത്താണ്. കഴിഞ്ഞ 4-5 വർഷക്കാലമായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉച്ചയ്ക്ക് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറ് ജനങ്ങൾക്ക് വലിയൊരു അത്താണിയായിരുന്നു. ആ അത്താണി ഇനി വേണ്ട, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചൺ വരുന്നു അത്രേ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് ചായ വാങ്ങി കൊടുക്കാത്തവന്മാരാണ്. ഒരുപക്ഷെ കൂട്ടത്തോടെ ചെന്ന് കടയിൽ കയറി കഴിച്ചിട്ട് അണ്ണം തരുമെന്ന് പറഞ്ഞ് മുങ്ങുന്ന ടീംസാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം സാധാരണക്കാരന്റെ വിശപ്പ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി അതിലൂടെ കിട്ടിയില്ലെങ്കിലും ഒരുത്തനും കൊടുക്കണ്ട എന്നുള്ള ആ സമീപനമുണ്ടല്ലോ, അതിന്റെ ദുരുദ്ദേശം നാട് മനസ്സിലാക്കണം. കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കാനും ഏത് സംഘടനയുടെ ഫുഡും സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. കൊടി വെച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കൽ വേണ്ട. കമ്മ്യൂണിറ്റി കിച്ചണിൻ്റെ HDSന്റെ നേതൃത്വത്തിൽ, അത് ആലപ്പിയിൽ മാത്രം തുടങ്ങുന്നൊരു പരീക്ഷണമാണ്. മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. കുറെ കാലമായി കുറെ ആളുകൾക്ക് ആശ്രയമാകുന്നതാണ് ചില സംഘടനകൾ. ഏത് സംഘടനയാണെങ്കിലും, DYFI ആണെങ്കിലും, സേവാഭാരതി ആണെങ്കിലും, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ആർക്കും ഭക്ഷണം കൊടുക്കാം. പക്ഷേ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് കൊടിയും പാർട്ടി പേരും വെച്ച് കൊടുക്കുന്നത് ശരിയല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുജന സേവനമാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർ എന്തിനാ കൊടി വയ്ക്കുന്നതിനാ? ആരുടെ ഭക്ഷണം ഡിനേ ചെയ്യില്ല. കമ്മ്യൂണിറ്റി കിച്ചണിൽ ആർക്കും പോയി കൊടുക്കാം. അത് HDSന്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനത്തെ സിസ്റ്റം ആലപ്പുഴയിൽ തുടങ്ങി. ബാനർ കെട്ടി ചോറ് കൊടുക്കുന്നു അത്രേ. അങ്ങനെയാണ് നമ്മുടെ മന്ത്രിക്ക് കാണാൻ പറ്റിയത്. ബാനർ എന്ന് പറയുന്നത് ആര് കൊടുക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഒരു പൊതിച്ചോർ ഹൃദയപൂർവ്വം വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്നുള്ള ക്യാപ്ഷനിൽ അവർ കൊടുക്കുന്നുണ്ട്. അത് ആശുപത്രി പരിസരത്ത് വേണ്ട പോലും. എന്നാൽ നിങ്ങൾ അത് ചെയ്യൂ? എവിടെ ചെയ്യാൻ? ഇത്രയും കാലം സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരം പദ്ധതികളൊന്നും ഒരു ആശുപത്രികളിലും നടപ്പാക്കിയിരുന്നില്ല. മനുഷ്യർ ഏത് സർക്കാർ ആശുപത്രികളിൽ വരുന്നത് കരുണാകരന്റെ മകനെ പോലെ വലിയ പ്രിവിലേജ് ഉള്ള കുടുംബത്തിൽ ജനിച്ചവരല്ലല്ലോ. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് വിശപ്പ് എന്താണെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെയും വൈകുന്നേരം ഉൾപ്പെടെ 3 നേരം അമ്പലങ്ങളിൽ പോയി കൊടുക്കുന്ന പൈസ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പാവപ്പെട്ടവർ, അതൊരു സവർണനായിട്ടുള്ള ആളുടെ കണ്ണിക്കൂടി നോക്കുമ്പോൾ അവന്റെ വിശപ്പ് അങ്ങനെ മാറണ്ട. കാര്യം എന്താണ്? പിന്നോക്കക്കാരനും പാവപ്പെട്ടവനും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുടക്കുക. അതാണല്ലോ മേനോൻ മുഖ്യമന്ത്രിയും ചെയ്തു വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോ പൊതിച്ചോറുകൾ കൊടുക്കുന്നത്. ഒരു മനുഷ്യരുടെ വിശപ്പിനെ കുറിച്ച് അറിയാവുന്നുള്ളത് കൊണ്ടാണ്, അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാവുന്നുള്ളത് കൊണ്ടാണ് DYFI ആ നന്മ പ്രവർത്തനം ചെയ്തത്. അതിപ്പോ ആലപ്പുഴയിൽ G സുധാകരൻ എന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന കാപട്യക്കാരൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പ്രീണിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയിട്ടുണ്ട് അത്രേ. ഒരു കാര്യം DYFIക്കാരടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ആശുപത്രി കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അത്തരം ഒരു സംവിധാനം മുടക്കാതെ തുടങ്ങേണ്ടതുണ്ട്. ഇവന്മാരുടെ അല്പത്തരത്തിന് ഒരിക്കലും വഴങ്ങിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകരുത്. കാര്യം ഇവരുടെ ഉദ്ദേശം ഒരിക്കലും രോഗികളെ ശുശ്രൂഷിക്കുകയോ സേവിക്കുകയോ ഒന്നുമല്ല. എന്ത് മുടക്കുക? ഒന്നും നമ്മളായിട്ട് ഈ നാടിന് വേണ്ടി തുടങ്ങിയിട്ടില്ല, ചെയ്തു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളവർ ഇതിനെ മുടക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടെന്നാൽ അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നായയുടെ സമീപനമാണ്. അതിനെ സംബന്ധിക്കുന്നിടത്തോളം പശു പുല്ല് തിന്നുന്നത് സഹിക്കില്ല, എന്നാൽ നീ കഴിക്കൂ, അത് കഴിക്കത്തുമില്ല. ആ മനോഭാവമാണ് ഈ കാട്ടുന്നത്. ആ 2 മാടമ്പിത്തരങ്ങളെ കുറിച്ചും ജനം മനസ്സിലാക്കുക, വിലയിരുത്തുക. അധികാരത്തിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്നു എന്നുകൂടി കാണാനുണ്ട്. എന്തായാലും കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി എങ്ങനെയാണ് ഈ സമൂഹത്തെ സേവിക്കാൻ പോകുന്നതെന്ന് കൂടി അറിയാനുണ്ട്. കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന സേവനത്തിലൂടെ അതെങ്ങനെ നടത്തിക്കൊണ്ട് പോകുമെന്നുകൂടി ഈ സമൂഹത്തിന് കാണേണ്ടതുണ്ട്. നാട്ടുകാരുടെ വിശപ്പിൽ പോലും രാഷ്ട്രീയം കൊണ്ട് കലർത്തുന്ന ഇത്തരം വ്യക്തികൾ എന്ത് ചെയ്താലും നന്നാകാത്തതിന്റെ കാര്യം എന്താണ്? ആദ്യം ശരിയാകേണ്ടത് മനോഭാവമാണ്. ഈ മോശം മനോഭാവം വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും ഒരിക്കലും അതിൽ ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കാര്യം ആ അന്നം കഴിച്ചിരുന്നത് അവിടത്തെ ഒരു പ്രിവിലേജ്ഡ് മനുഷ്യരുമല്ല, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവർ അതിനെതിരെ പ്രതികരിച്ചോളും.
ഡിവൈഎഫ്ഐ ചെയ്യേണ്ടത് നിങ്ങൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോയി ആ നന്മ പ്രവർത്തനം വീണ്ടും തുടരുകയാണ് വേണ്ടത്. ജനം ആരോടെ നിൽക്കുമെന്ന് വരും ദിവസങ്ങളിൽ ഈ കിങ്ങിണി സ്വഭാവം കാണിക്കുന്ന മന്ത്രിമാർക്കൊക്കെ മനസ്സിലാകാൻ പോവുകയാണ്.